ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് വേണ്ട. എനിക്ക് ഇല്ല. ഇന്ന് നമുക്കൊരു പച്ചക്കറി കൊണ്ടൊരു കറി ഉണ്ടാക്കാം. ഇടിച്ചക്ക, ബീൻസ്, വഴുതനങ്ങ. ഇടിച്ചക്ക, ബീൻസ്, ഇടിച്ചക്ക, ബീൻസ്, വഴുതനങ്ങ. എന്തത്ര സംശയം അല്ല, അത് അടുത്തുനിന്ന് കാണാനേ. പിന്നെ പരിപ്പ് മാത്രം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സമയം പിടിക്കില്ലേ. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ പറയാം. ഇതാ മുളകും മല്ലി വറുത്തരച്ചത്, നാളികേരം, ജീരകം, ചെറിയുള്ളിയും കൂടി അരച്ചത്, തക്കാളി, പുളി, കുറച്ച് ചെറിയുള്ളി, പിന്നെ ഇത് വറവിടാൻ വെളുത്തുള്ളി, ഉണക്കമുളകും, പിന്നെ കടുക് അവിടെ ഉണ്ടല്ലോ, പിന്നെ ഇതാ പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും വേണ്ട. പിന്നെ നമ്മുടെ മീൻ വറുക്കുന്നുണ്ട്. അതിന് മീനൊക്കെ മസാല പുരട്ടി കുഞ്ഞമ്പത്തി എന്ന് പറഞ്ഞാൽ കറി വെച്ചാൽ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് മസാല പുരട്ടി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റൗ വെക്കാം. സ്റ്റൗ കത്തിച്ചു, പാത്രങ്ങൾ അതിൽ വെച്ചു. ഇതാ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, എല്ലാം പച്ചക്കറി ഇട്ടാ, തക്കാളി എല്ലാം ഒരുമിച്ചിടാം. ഓക്കെ, സബോള അല്ല, ചെറിയുള്ളി, പിന്നെ അത് വേവാനുള്ള വെള്ളം, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി വേണ്ടേ? വേണല്ലോ. വേണ്ടേ? അത് ശരി. ഇപ്പൊ അമ്മ എന്നെ പറഞ്ഞിട്ട് ഇന്നത്തെ പരാതി വരണം എന്നൊക്കെ പറഞ്ഞല്ലോ. എന്റെ കളിയാക്കള് കൂടുണ്ടെന്ന്. നിന്റെ കളിയാക്കൽ കൊണ്ടുണ്ടായിരുന്നു ഉപ്പ്. അത് അമ്മ മറന്നോ? അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത് വേവട്ടെ അല്ലേ? ഇതിന്റെ പാകത്തിന് അത് വേവട്ടെ. അമ്മ എന്തോ പറയാൻ വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോവാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഉദ്ദേശിച്ചത് എന്തോ ആണ്, അവസാനം അത് വേറെന്തോ ആയി മാറിയിടുന്നു. നീ കാരനാണ്. പക്ഷെ എന്തായാലും നന്നായിട്ട് മാറി. അപ്പൊ അതവിടെ വേവട്ടെ. അപ്പൊ നമുക്ക് ഈ വറുക്കാനുള്ള മീൻ ഇതിലിടാം. ഓ, അത് ഒരുമിച്ചാ? അപ്പൊ അത് ഒരുമിച്ചാകുമല്ലോ. ഇതിനെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതായത് ചട്ടി ഒന്ന് ചൂടായ നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. നിനക്ക് എന്താ എന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും നിനക്ക് പറയണമെന്നുണ്ട്? നീ ഉണ്ടാക്കി പറയാൻ വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. ഒന്നും കിട്ടിയിട്ടില്ല. അമ്മ അങ്ങനെ പറയല്ലോ. ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോ ഇവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ പറയാൻ വന്നത് വേറെ രീതിയിലായി പോകുന്നു. പക്ഷെ അപ്പോഴാണ് ഉദ്ദേശിച്ച സാധനം തന്നെ മാറിപ്പോവാണ് അല്ലേ? മാറിപ്പോവും. എന്താ പറഞ്ഞാൽ അങ്ങനെയാണ് നിന്റെ കാര്യങ്ങൾ. അപ്പൊ അതിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അത് എണ്ണ ചൂടായിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതൊന്ന് വെന്തിട്ട് നമുക്കതിലേക്ക് പച്ചക്കറി ഇടുന്നുണ്ട്. അതാണ് പച്ചക്കറി മുളകിടുന്നുണ്ട്. ഏത് പച്ചക്കറി ഒന്ന് ഒരു പകുതി വേവാകുമ്പോൾ മുളകൊക്കെ ഇട്ടു. അപ്പം മുളക് ഇട്ട് കൊടുത്താൽ മതിയോ? എങ്ങനെ ഉണ്ടമ്മ ഇപ്പത്തെ ക്ലൈമറ്റ് മൊത്തത്തില്? അയ്യോ, എന്തോ ഒരു സുഖമില്ലേ. വെയിലും ഇല്ല, പോരാത്തേക്ക് കറണ്ടും ഇല്ല. അപ്പൊ ഇത്തിരി ചൂട് വേണമെന്ന് മനസ്സിലായോ? ചൂട് ഇത്തിരിയൊക്കെ വേണം. തീരെ തണുപ്പായാലും ഒരു ഇതില്ല. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, ഒരു തണുപ്പം മനുഷ്യന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരല്പം ചൂട് പിടിപ്പിച്ചാലാണ് മനുഷ്യന്മാരൊന്ന് ഉഷാറാവുള്ളൂ. അതിനാണ് ഞാൻ ഈ അമ്മേനെ ചൂട് പിടിപ്പിക്കുന്നത്. അതിന് അമ്മ എന്റെ കംപ്ലൈന്റ് പറയുന്നല്ലേ പറഞ്ഞേ? ഇന്ന് പെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണെന്ന് നമ്മുടെ കുടുംബത്തോട്. വെറുതെ പറഞ്ഞാ? ഈ ക്ലൈമറ്റ് പോലെ തന്നെയല്ല മനുഷ്യന്. ഇതെന്താ എണ്ണക്കൊരു മര്യാദ ഇല്ലാത്ത പോലെ? ഈ മത്തിമീൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്. അമ്മ അത് കടലിൽ മീൻ പിടിക്കാൻ അടക്കാനത് ചോദിച്ചു വെച്ചു. ഇത് അവിടെയും കൂട്ടത്തോടെ വരിക, അത് വറക്കുമ്പോഴും കൂട്ടത്തോടെ വറക്കുക. അല്ലല്ലോ, അത് ഓരോന്നോരോന്നായിട്ട് വലിയ മീൻ ഇങ്ങനെ കിട്ടും. ഇതങ്ങനെയല്ല. ഇത് കിട്ടുമ്പോൾ ഒരു വല വന്നറിച്ച് തന്നെ കിട്ടുള്ളൂ. ഇതിന് നമ്മൾ തല്ലിക്കൊന്ന് വറക്കുമ്പോഴും നന്നാക്കി വറക്കുമ്പോഴും ഇതുപോലെ കൂട്ടത്തോടെ തന്നെ വറക്കുക. മനസ്സിലായില്ലേ? അതെന്താ ജീവിച്ചിരിക്കുമ്പോഴും കൂട്ടത്തോടെയാണ്,
പോയാലും കൂട്ടത്തോടെയാണ്. ആ ചെറുതായി കുട്ടിമീനാണ് കടിക്കുന്നതും കൂട്ടത്തോടെയാണ്. ഇത് മുള്ളൊക്കെ കൂടി ചമച്ച് കഴിക്കാം. അപ്പോഴേ അതോടെ ആവട്ടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം. അത് വേവട്ടെ അതിൻ്റെ പാട്ടിൽ. അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇരുന്നോ പറ്റുമോ? പറ്റില്ല. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്ന് വെച്ചോ. എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കണേ? അല്ല, പ്രശ്നങ്ങൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വരുമല്ലോ. ഇപ്പൊ നോക്ക്, ഒരുപാട് ഒന്നിലേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ കൂടുതൽ വരിക. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ, അത് ഇപ്പൊ ബിസിനസ് എന്ന് വെച്ചോ. ബിസിനസ്സിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ ഒന്നല്ല, അവർ പല കാര്യങ്ങളിലും അതും ഇതും വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ആ ബിസിനസ് മാറ്റി വേറെ ബിസിനസ് ചെയ്യുക. അങ്ങനെയല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ്, അതൊരു പരിഹാരം കാണേണ്ട രീതി എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ബിസിനസിന്റെ പരിഹാരമൊക്കെ പറയാൻ തുടങ്ങി അമ്മ. ഒന്നില്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ്സുകാരന്റെ മകളായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് മാഗ്നറ്റിന്റെ മകളാണ്. അപ്പോ എന്താ അറിയോ, അപ്പൊ അതിലൊരു ഞാനൊരു കഥ പോലെ ഒരു കാര്യം പറയാം. ഒരു കുടുംബം, ആ കുടുംബത്തിലെ അച്ഛനും മകനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുക. അപ്പോൾ ആ വീട്ടിലെ അച്ഛനും മകനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്. എന്ത് കാര്യങ്ങളും തമ്മിൽ ഷെയർ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം ഈ മകൻ വീട്ടിൽ വന്നിട്ട് വളരെ ചിന്താധീനനായിട്ട് ഇരിക്കില്ലേ. മനസ്സിലായി. ലവ് ഫെയിലിയർ ആയിരിക്കും. അല്ല, എന്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഊഹിച്ചു അതൊക്കെ ആയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോ ഈ അച്ഛൻ ഇങ്ങനെ ശ്രദ്ധിക്കുക, എന്താണ് ഇവനിന്ന് പറ്റി, ഇവനിങ്ങനെ അല്ലല്ലോ, ഇവൻ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ കളിച്ചും ചിരിച്ചും സംസാരിക്കുന്ന ആളാണല്ലോ, ഇവൻ എന്ത് പറ്റി ഇങ്ങനെ അച്ഛൻ ആലോചിച്ചിട്ട് കുറച്ച് നേരം ഇപ്പൊ ഒന്ന് അവൻ എന്നോട് എന്തോന്ന് പറയും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷെ ഇവൻ വന്നിട്ട് ഒന്നും പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, അച്ഛൻ മോന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, എന്താ മോനെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ മുളക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പറയാം, ഇത് നടക്കണ്ടേ അതിൻ്റെ ഇടയിൽ മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്കൂടെ ആയിക്കോട്ടെ. കഥ പറയാൻ്റെ ഒപ്പം തന്നെയാണല്ലോ പാചകം. ഇതെന്താ, ഇതിനൊക്കെയാണ് പുരോഗമനം പറയും, ഇംപ്രൂവ്മെന്റ്സ് എന്നൊക്കെ പറയാ. പുരോഗമനങ്ങൾ അങ്ങനെ പല വഴിക്കൂടെ വണ്ടി വിളിച്ച് വരും. ഈ പ്രശ്നങ്ങൾ വണ്ടി വിളിച്ച് വരിക എന്നൊക്കെ പറയില്ലേ, ബസ്സും കാറും ട്രെയിനും ഒക്കെ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ പുരോഗമനം അതുപോലെ വരും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ അരച്ച് വെക്കണം. ഇത് പറയുമ്പോൾ അങ്ങനെ. അപ്പോൾ അച്ഛൻ കുറെ നേരമൊക്കെ നോക്കിയപ്പോ കാണാനില്ല. അപ്പൊ എന്ത് ചെയ്തു, അച്ഛനല്ല ഈ മകൻ വന്നിട്ട് പ്രശ്നം എന്താണെന്ന് പറയുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ അച്ഛൻ എന്ത് വിചാരിച്ചറിയോ, ഞാനെന്നെ പോയി ചോദിക്കാം, ഇത് എന്നും പതിവുള്ളതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, ഗുഡ് ഫാദർ, മോനെ നീ എന്താ അങ്ങനെ ഇരിക്കുന്നത്, എന്താ നിനക്ക് ഇത്ര ചിന്ത, ഞാൻ കുറെ നേരമായി നിന്ന് ശ്രദ്ധിക്കുന്നു, ഒന്നും നീ വന്നിട്ട് എന്നോടൊന്നും സംസാരിച്ചില്ല, എന്ത് പറ്റി എന്ന് പറയാം. അപ്പൊ ഒന്നും ഇല്ല അച്ഛാന്ന് പറയും. പിന്നെ നിർബന്ധിച്ചപ്പോ പറയും, അച്ഛാ ഒന്നും പറയണ്ട, പ്രശ്നങ്ങളോട് പ്രശ്നമാണ്, ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. ഒന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി വരുമ്പോ വേറൊരു പ്രശ്നം വരികയാണ്. എന്താ ചെയ്യാ അച്ഛാ, എനിക്ക് ഒരു സമാധാനം ഇല്ലാണ്ട്. ഇങ്ങനെ ആ കുട്ടി അച്ഛനോട് അമ്മ ചിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ചിരിയോട് കൂടി പറഞ്ഞത് പ്രശ്നങ്ങളല്ല. ഞാൻ ചിരിച്ചോട് പറഞ്ഞു അവരും അങ്ങനെ പോടാ എന്തെങ്കിലും പറയുമ്പോ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയണതൊക്കെ മറന്നു പോകട്ടോ. അപ്പൊ പറയും പ്രഷറിന്റെ ഗുളിക കഴിച്ചിട്ടില്ലെന്ന്. അല്ല, അത് മറന്നു പോകാണ്ടിരിക്കട്ടെ. അപ്പൊ അച്ഛൻ പറയും, ഇതാണോ പ്രശ്നം, അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താന്നുള്ളതാണ് ഇപ്പൊ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാര്യം ചെയ്യുന്നേ, നീ എന്തായാലും നീ വേറെ എവിടേക്കും പോകണില്ലെങ്കിൽ ഇന്ന് രാത്രി നീ നമ്മുടെ ഫാമിൽ കുറെ ഒട്ടകങ്ങൾ ഒട്ടകം ആട് പശുവൊക്കെ ഫാമുണ്ട്. അപ്പൊ അവിടെ കുറച്ച് ഒട്ടകങ്ങളും ഉണ്ട്. അപ്പൊ പറയും, നീ ഇന്ന് ഫാമിൽ പോയിട്ട് നമ്മുടെ ഒട്ടകങ്ങളില്ലേ അവരെയൊക്കെ രാത്രി ഒന്ന് ഇരുത്ത്. ഈ ഒട്ടകങ്ങൾ കൂടുതലും നിൽക്കുകയാണ്. അപ്പൊ ഒട്ടകങ്ങളെയൊക്കെ നീ ഇരുത്തുന്ന് പറയും. അപ്പൊ മകൻ പറയും, എന്താ അച്ഛൻ പറയുന്നു, ഒട്ടകങ്ങളെ ഇരുത്താം, എന്തെങ്കിലും ആവട്ടെ അച്ഛൻ പറഞ്ഞതല്ലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരിക്കൽ കാര്യം പിടികിട്ടി, ഈ അച്ഛന്റെ ചിന്ത തന്നെയായിരിക്കും മകന്.
ഒരാൾ വിഷമത്തിലിരിക്കുമ്പോൾ നീ രാത്രി പോയിട്ട് ഒട്ടകത്തിന് ഇരുത്തുന്ന് പറയുമ്പോൾ എത്ര നല്ല അച്ഛനായിരിക്കും. അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവണം. അപ്പൊ നിന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നാണ് പറഞ്ഞത്. ആഹാ. അപ്പൊ ആള് പിന്നെ പോവാണ്ടിരിക്കോ? ഒട്ടകത്തിന് ഇരുത്തി കഴിയുമ്പോ എന്ത് പ്രശ്നത്തിന് പരിഹാരമാവോ? അല്ല, ഒട്ടക ഇരുന്ന പ്രശ്നത്തിന് പരിഹാരം കിട്ടും. കേക്ക്, ഇതൊക്കെ ഒരു കഥയല്ലേ. അപ്പൊ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നു പറഞ്ഞില്ലേ. അപ്പൊ മകൻ വിചാരിച്ചു അച്ഛൻ എന്തോ ഇതിന് പരിഹാരം കണ്ടെത്തുന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും പരിപ്പ് കൂടി ഇട്ടു. എന്നെ പോലെ നല്ല അനുസരണയുള്ള മകനാണ്. പരിപ്പ് ഞാൻ അത് വേവിച്ച് വെച്ചത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. അതും കേട്ടിട്ട് അവൻ നേരെ ഒട്ടകത്തിനെ ഇരുത്താൻ വേണ്ടി പോയി. കേട്ടോ, മണ്ടൻ മകൻ. പരിപ്പ് ഇത് ഇട്ടത് എന്തിനാ? ഇത് വേഗം വേവില്ലല്ലോ, അതുകൊണ്ടാണ്. ഏത് വേഗം വേവില്ല? പരിപ്പ് വേഗം വേവില്ല. അപ്പൊ ഒരുപാട് സമയം എടുക്കില്ലേ, അതാണ്. അപ്പൊ അങ്ങനെ ആളെ പോയി. അപ്പൊ അവിടെ ഫാമ് പോയിട്ട് ഇയാൾ രാത്രി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അനുസരണ എന്ന മകനാണ്. മകൻ എന്ത് ഒട്ടകത്തിനെ ഇരുത്താൻ നോക്കി. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ഒട്ടകത്തിനെ ഇരുത്തുമ്പോ വേറെ അത് ഒന്നിരിക്കും. ചിലത് ഇരിക്കാൻ കൂട്ടാക്കുകയില്ല, നിൽക്കുകയെന്നില്ല. ചിലത് അവിടെ ഇരുത്തിട്ട് വരുമ്പോഴേക്കും അവിടെ നിന്ന് വീണ്ടും അങ്ങനെ ചിലത് മാത്രമേ ഇരിക്കും. അപ്പൊ അങ്ങനെ നേരെ ഒരുപാട് ഉറങ്ങാണ്ട് ഈ മകൻ വീട്ടിലേക്ക് വരും. അപ്പൊ പറഞ്ഞു അച്ഛാ, ഇന്നലെ എനിക്കൊരു പോടെ കണ്ണടക്കാൻ പറ്റില്ല. അച്ഛൻ വന്ന് കേട്ടിട്ട് ഞാൻ ഒട്ടകത്തിനെ ഇരുത്താൻ നോക്കിയിട്ട് അത് ഒന്നും എന്റെ വാക്ക് കേൾക്കില്ല, അനുസരിച്ചില്ല. ചിലത് ഇരിക്കുന്നുണ്ട്, ചിലത് ഇരുത്തി അപ്പൊ തന്നെ നിൽക്കും, ചിലത് ഇരിക്കാനേ കൂട്ടത്തില്ല. അച്ഛാ, എന്തൊരു ഇതാണ്, എന്തിനാ അച്ഛൻ ഇത് പറഞ്ഞു പോലെ. മോനെ, അതുപോലെ തന്നെയാണ് പ്രോബ്ലംസ്, അതായത് പ്രശ്നങ്ങൾ നമുക്ക് വരും. അതെല്ലാം ഒരുമിച്ച് നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. ഓരോന്നായിട്ട് പരിഹരിക്കാൻ നോക്കിയാൽ അത് പരിഹരിക്കും. അതിനു വേണ്ടിയിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് തള്ള പുകഞ്ഞ് ഇവിടെ ആലോചിച്ചുകൊണ്ടിരുന്ന് ദൈവമേ ഞാൻ ഈ പ്രശ്നം എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ. കാരണം ഒരു പ്രശ്നം സോൾവ് ചെയ്യാനൊരു ബുദ്ധി വേണ്ട നമുക്ക്. അപ്പൊ അച്ഛൻ ഉപയോഗിച്ച ബുദ്ധിയാണ്. എല്ലാ ഒട്ടകത്തിലും നിനക്ക് ഒരുമിച്ചിരുത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഒന്നിരിക്കുമ്പോ ഒന്നെണിക്കും, ഒന്നിരിക്കേയില്ല. അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങള്. നമ്മള് എല്ലാത്തിനും ഒരുമിച്ച് സോൾവ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരണം. അപ്പൊ അത് ചെയ്യാനുള്ള മനസ്സും കൂടി ഇല്ലാണ്ടാവും. എങ്ങനെ ഈ ചിന്തിച്ചിരുന്നിട്ട് അയ്യോ ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഇത് ഞാൻ ഒരുമിച്ച് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്ത് വരിക. അപ്പൊ നമുക്കതിനുള്ള ഒരു മനസ്സ് ഇതും കൂടി വേണ്ടേ. അപ്പൊ നമ്മൾ തന്നെ ആകെ എന്താ പറയുക ചിന്തിച്ച് അവശനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനെങ്കിലും ഒരു സമയം കിട്ടുമോ? ഈ ചിന്ത തന്നെ ആയിരിക്കില്ല. അപ്പൊ എങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം? അപ്പൊ അച്ഛൻ എത്ര നല്ല രീതിയിലാണ് മകന് പറഞ്ഞു കൊടുത്തത് മനസ്സിലായപ്പോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ അച്ഛനത് ഒരു പ്രശ്നം പറയുമ്പോൾ പോയി ഒട്ടാകത്തെ പോയി ഇരുത്തുന്നൊക്കെ പറയണെന്ന്. ഇപ്പോഴല്ല അച്ഛൻ്റെ ബുദ്ധി മനസ്സിലായത്. എൻ്റെ അച്ഛനെ പോലെ ഏതോ ഒരു അച്ഛനാണ് ബുദ്ധി. അപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രശ്നത്തിലും ഒരുമിച്ചിരുത്തിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് അത് തുറന്നു നോക്കി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കാതെ ഒന്നൊന്നായിട്ട് അത് കഴിഞ്ഞോളും. ഈ പ്രശ്നം മാത്രമൊന്നല്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞ് പരിഹാരം തരാൻ വേണ്ടി പ്രയത്നിക്കണം. അതിൻ്റെ പകരം പ്രശ്നത്തിൽ മുഴുകിയിരുന്നിട്ട് അയ്യോ ഞാൻ പ്രശ്നത്തിലാണേ പറയുമ്പോൾ നമുക്കൊരു പുതിയ പ്രശ്നം വരും. എന്ത് പ്രശ്നം? ആരോഗ്യ പ്രശ്നം. അങ്ങനെ ഉള്ള പ്രശ്നത്തിനൊപ്പം പുതിയൊരു പ്രശ്നം കൂടി വരുമ്പോൾ പ്രശ്നത്തിൻ്റെ തിരമാലയായിരിക്കും ജീവിതം. അപ്പോൾ പ്രശ്നമുള്ളപ്പോൾ പ്രശ്നമുണ്ടല്ലോ എന്ന് ചിന്തിച്ചിരിക്കാതെ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്നുള്ള ചിന്തയിൽ കുറച്ചേറെ ഇരുന്ന പ്രയത്നിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് നമ്മുടെ എന്താ പറയുക ആ ഒരു മനോവിഷമം കൊണ്ട് നമ്മളൊന്ന് പുറത്തു വരും. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള ആത്മധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതില്ലാതെ ഞാൻ എന്താ ചെയ്യാന്നാ നേരത്തെ മകൻ പറഞ്ഞ പോലെ തളർന്നു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ അല്ലേ? ഇതിലല്ലേ? ഓക്കെ. തക്കാളി നമ്മുടെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പുളിയെ ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ പുളി. ഇതിൽ ഇത്തിരി പുളിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ ഒരു രുചിയാണ് അല്ലേ? അപ്പൊ ഇത് പുളി ഇട്ടിട്ട് ഒന്നുകൂടി തിളയ്ക്കുമ്പോൾ ഇതിൽ പച്ചമുളക് ഇടില്ല അല്ലേ? പച്ചമുളക് ഇടാം. തന്നെ ചോദിച്ചു ഞാനിപ്പോൾ പഠിച്ചോമാ. അപ്പൊ ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നാളികേരം ഒഴിച്ചിട്ട് അത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ മീനും അപ്പോഴേക്കും ആയി. മീനും കിടന്നായി. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് കഴിയില്ലേ ഉച്ചക്കത്തെ. ഇനിയുള്ള മീൻ പിന്നെ വേണമെങ്കിൽ ഇറക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ്. പിന്നെ വേറെ ഒരു കാര്യമുണ്ടോ? പറഞ്ഞോളൂ. നീ പറയുമ്പോ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മളെ ഒരാള്
ആരെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള ആളോ ആരോ ഒരാളും നമ്മളെ അവോയ്ഡ് ചെയ്തു എന്ന് വെക്കും. അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കി. ഇപ്പൊ എൻ്റെ അമ്മ എന്നെ അവോയ്ഡ് ചെയ്തെന്ന് വിചാരിക്കുക ഞാൻ. ഉദാഹരണത്തിന് അമ്മ മക്കളെ അവോയ്ഡ് ചെയ്യുമോ? നമ്മൾ വെറുതെ വിചാരിക്കാമോ? എന്തിനാ വേറൊരാളിനെ എന്തിനാ നമ്മൾ വിചാരിക്കണത്? ആയിക്കോട്ടെ. അപ്പോ ഒരാൾ നമ്മുടെ അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. വേണ്ട, അമ്മ വേറെ ആൾക്കാരെ വെച്ചാൽ മതി. ശരിയാവില്ല, അമ്മ അവോയ്ഡ് ചെയ്ത ബുദ്ധിമുട്ടാവും. അപ്പൊ നാളികേരം കൂടി ആക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്യാം, തിളക്കുമ്പോൾ ഓഫ് ചെയ്യാമോ? അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞോട്ടെ. എന്നിട്ട് നമുക്ക് മറ്റു ചിന്തിക്കാം. അപ്പോൾ അരപ്പ് വെള്ളം കൂടെ വെച്ച് വെച്ചു. നമുക്ക് എത്ര വേണം അത്ര. ഇതിപ്പോൾ ഉണ്ടോ വെച്ചു. നമുക്കിതിന് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നോക്കണം, നമ്മൾ കാണണം. നോക്കിയോ? ശരിയാണോ? ശരിയാണ്, പാകാണോ? ഉണ്ടെങ്കിൽ ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. മീന് ആയി അങ്ങനെ കണ്ടോ? ഓക്കെ. ഇനി ബാക്കിയുള്ള മീൻ അത് കോരിയെടുത്തിട്ട് പിന്നെ വറക്കാം. അപ്പൊ ചിലരെ ഞങ്ങൾ അവോയ്ഡ് ചെയ്യണം നമ്മൾ വിചാരിക്കുക. അവോയ്ഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്താ അവരെ കൊണ്ട് നമുക്ക് ഉപദ്രവം. അപ്പൊ നമ്മളെന്ത് ചെയ്യുമല്ലോ, പൊതുവെ എല്ലാവരും ചെയ്യുന്നതെന്നറിയോ, അവനെന്നെ അവോയ്ഡ് ചെയ്തില്ലേ, ഞാൻ അവന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അവൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ എന്നെ അവോയ്ഡ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറും. അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ട് ചെയ്തു എന്ന് വെച്ചോ, നമുക്ക് പകരം വീട്ടണമെന്നുള്ള ചിന്താഗതി നമുക്ക് വരും. ഒരു ചെറിയ ദ്രോഹം എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചോ, അപ്പൊ പറയാം അവൻ ഇതിന്റെ 100 ഇരട്ടി ഞാൻ അവനെ കൊടുത്തിരിക്കും, അതാണ് എന്റെ. അല്ലെങ്കിൽ ഞാനല്ല, ഇങ്ങനെയൊക്കെ പറയും. ഇതിന്റെ ഇടയ്ക്ക് അഭിനയം തുടങ്ങിയോ? ശരി. ഞാൻ പേടിച്ചു പോവാണ്. അത് ലാസ്റ്റ് എൻഡിങ്ങിന് പറയും. എനിക്ക് ഞാൻ അതിനേക്കാളും ബുദ്ധിശാലിയാ. തുടക്കം മുതൽ തന്നെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യമില്ലേ, അത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ പൊതുവെ ആൾക്കാർ അങ്ങനെ പറയാം, അവൻ എനിക്ക് ഇങ്ങനെ ദ്രോഹം ചെയ്തില്ലേ, അവന് ഞാൻ ഇതിന്റെ 10 ഇരട്ടി ഞാൻ കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ തന്തയ്ക്ക് ജനിച്ചതല്ല, പലതും പറയും. അങ്ങനത്തെ വർത്താനൊന്നും പറയാം. ഇതെന്താ സുരേഷ് ഗോപിയുടെ പടം? ഞാനേ കേട്ടിട്ടുണ്ട്, പറയുന്നവരുണ്ട്, ഇല്ലാന്നൊന്നും. കമ്മീഷണർ 3ാം ഭാഗം. ഞാൻ പറയുന്നല്ല പറഞ്ഞു, ആൾക്കാര് പറയണത് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായി. അപ്പൊ ഇത് തിളച്ചു, നിങ്ങൾക്ക് ഓഫ് ചെയ്യട്ടെ, എന്നിട്ട് പറയാം. എന്നിട്ട് പിന്നെ കറി വറുത്തിടണം. നിങ്ങൾ മാറ്റി വെക്കട്ടെ, മീൻ വറുത്തത് അതെടുത്ത് കളയി, മാറ്റി വെക്കി. ഞാൻ പറഞ്ഞില്ല, കറി ഒന്ന് മറുപടാനുള്ള ശക്തി വെക്കട്ടെ, എല്ലാം ഒരുമിച്ച് ആവണ്ടേ. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ചോ? ഇല്ല, ചൂടാവട്ടെ. നീ പിന്നെ ഗുരുവായോ? അപ്പൊ എന്തറിയോ, നമ്മളത് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം അറിയോ, നമ്മൾ ഈ ഇങ്ങനെ നമ്മളെ ദ്രോഹം ചെയ്തവരോ അല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്തവരില്ലേ, നമ്മുടെ ഭാഗം നിൽക്ക്, നമ്മുടെ 2 പേരും ഇങ്ങനെ നമ്മൾ തമ്മിലാണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ഈ 2 പേരാണെന്നുള്ളത് മറന്നു 3ാമതൊരാളായി നമ്മൾ മാറുക. എന്നിട്ട് നമ്മൾ അവരെ ശ്രദ്ധിക്കുക, അവരുടെ ചലനവലനങ്ങളും അവരെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ എന്തിനാണ് ഇവനെന്നെ അവോയ്ഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവൻ ഇങ്ങനെ ഒരു ദ്രോഹം എന്നോട് ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കുക. ആലോചിക്കുമ്പോ നമുക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിക്കുന്നത് ഇപ്പൊ കാണിക്കണം നമുക്ക്. അല്ലമ്മ എന്നെ കളിയാക്കാല, അമ്മ ഒരു കുഴപ്പമില്ല അല്ലേ? എണ്ണ ഒഴിച്ചു സത്യസന്ധമായിട്ട് എന്റെ ഡ്യൂട്ടി ചെയ്ത് അതിന് കുറ്റം പറയും. അതല്ല, എണ്ണയ്ക്ക് എണ്ണ ഒഴിക്കുക. കടുക് കാണിക്കണ്ടല്ലേ, പറഞ്ഞാ മതി. വെളുത്തുള്ളി എന്താ അത് അമ്മ? ഇന്ന് അമ്മയല്ല അമ്മ കളിയാക്കണേ, ഞാൻ ഭയങ്കര സൈലന്റ് അല്ലേ? എന്ന്
ഭയങ്കര തന്നെ കേട്ടോ. അല്ല അടുത്തൊന്നും എണ്ണ ഒഴിച്ചു പറയുമ്പോ എണ്ണ ഒഴിച്ചു ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ല ആര് നിന്നാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളത്. അമ്മ ചെറുപ്പത്തിൽ കാണിച്ച ആ കുസൃതിയൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കാരണം എനിക്ക് തനിയെ ഇവിടെ നിന്ന് കിട്ടിയതൊന്നുമല്ല, എല്ലാം അമ്മ തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെന്തിനാണ് നമ്മളോട് നമ്മളെ അവോയ്ഡ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ദ്രോഹമാണ് അവർ ചെയ്തതെന്ന്. നമ്മൾ നിശബ്ദരായിട്ട് നിന്ന് നമ്മൾ മൂന്നാമത് അവരോട് ഒന്നിനും പോകരുത്. അവരെ എന്താണ് ഇങ്ങനെ ചെയ്തു ഒന്നും ചോദിക്കാണ്ട് നമ്മളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവരാരോടെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നല്ലോ ഇപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അവൻ എന്നെ എങ്ങനെ ചെയ്തു എന്ന് പറയും. അല്ലെങ്കിൽ നീ എന്താ അവനെങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് അവൻ ഭയങ്കര വിഷമത്തിൽ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴും പറയും അവനെ ഞാൻ എങ്ങനെ ചെയ്തത് എന്തിനറിയോ അവൻ ഇതാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം, അതൊരു നിസ്സാര സംഗതിയായിരിക്കും ചിലപ്പോൾ. അപ്പൊ നമ്മളപ്പോ ആ വീക്ഷിക്കുന്ന നമുക്കത് മനസ്സിലായല്ലോ അവൻ എന്തിനാണ് നമ്മളെ അവോയ്ഡ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇത്ര നിസ്സാര സംഗതിക്കാണ് ഇപ്പൊ അവനെന്നാ അതിനെന്തിനപ്പം ഞാൻ വിഷമിക്കുന്നത്, അത് പോട്ടെ അങ്ങനെ കരുതാനൊരു മനസ്സ് വരും. ഇതിലൊരു പോയിന്റ് ഉണ്ട്, എന്താ പറയുക, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത്. അതിലൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്വന്തം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അത് സുഹൃത്ത് ബന്ധമായിക്കോട്ടെ കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ ഏത് ബന്ധത്തിലായാലും നമുക്ക് ഏറ്റവും അടുപ്പുള്ള ആൾക്കാർ എന്നുള്ള തോന്നൽ അത് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ. ഇത് നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ സ്വന്തമാണെന്ന് നമുക്ക് തോന്നുമ്പോൾ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടായിട്ടും അതിനിപ്പോൾ മനോവിഷമമുള്ള വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവേ ഇല്ല. അപ്പോൾ അമ്മ പറഞ്ഞ മൂന്നാമത്തെ ഒരാടെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ അവരിൽ നിന്ന് ഒന്ന് അകന്നു പോവുക, അകന്നു പോയിട്ട് മൂന്നാമത്തെ ഒരു വ്യക്തിയായി മാറുക. അങ്ങനെ അത് ബംഗാളി മലയാളം പറഞ്ഞ പോലെ ആയി വരുന്നു. അപ്പോൾ മൂന്നാമത്തെ വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്ക് എന്ത് തോന്നും, നമുക്കിതൊരു പ്രശ്നമല്ല തോന്നും. അയാൾ എന്ത് നമ്മളെ പറഞ്ഞാലും എന്ത് ചെയ്താലും എന്ത് കുറ്റം പറഞ്ഞാലും ഒരുവിധം നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത പോലത്തെ ദ്രോഹം നമ്മളോട് ചെയ്താലും നമുക്ക് തോന്നും നമ്മുടെ അല്ലാത്ത ഒരാൾ നമ്മളെപ്പറ്റി എന്തോ എന്ന് പറയുന്നു, അതുകൊണ്ട് നമ്മൾ എന്തിനു വിഷമിക്കണം, കാരണം അവൻ എൻ്റെ ആരുമല്ല. അതുകൊണ്ട് ആ വ്യക്തി ചെയ്യണ ഒരു ദ്രോഹവും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കില്ല. ശരിയാണമ്മ? അതന്നെയാണ് ഞാൻ പറഞ്ഞത്. മാറി നിൽക്കുക മൂന്നാമതൊരാൾ പറയുമ്പോൾ അങ്ങനെയല്ലേ, മൂന്നാമതൊരാൾ നമ്മുടെ അടുത്തേക്ക് വരില്ലല്ലോ. നീ ഇനി കുറച്ചും കൂടി ഉണ്ട് വറക്കാം. ബംഗാളികൾ എത്ര ഭംഗിയുള്ളവരെന്നറിയാം. ഇവിടെ വരുന്ന ബംഗാളികളെ നോക്കണ്ട, അവിടെയുള്ള ബംഗാളി സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? കന്നഡക്കാരി മലയാളം പറഞ്ഞ പോലെ ഉണ്ട്. ബംഗാളി പറയാൻ പാടില്ല അല്ലേ? ബംഗാളികളുടെ വെറുപ്പാ. നല്ല കറിയാണ് കണ്ടോ. ഇത് വറുത്തരച്ച സാമ്പാറൊന്നല്ല, മുളകും മല്ലി മാത്രം വറുത്തരക്കും, ബാക്കിയൊക്കെ പച്ച. കംപ്ലൈന്റ് പറയാനുള്ളത് വേഗം പറഞ്ഞോളൂ. അയ്യോ എന്താണ് ഞാൻ പറയാം. ഞാൻ എന്താണ് അടുക്കളയിലാണ് നിൽക്കണത്, അതല്ല ഞാൻ ചില സമയത്ത് ഇവൻ വീഡിയോ കാണിച്ചു തരുമല്ലോ, കാണുമല്ലോ. അപ്പൊ ദൈവമേ പിന്നീട് കാണുമ്പോഴേ ഞാൻ മൂക്ക് പറഞ്ഞു പോണ്ട. അതല്ല ഞാൻ ചില സമയത്ത് ഇവനിങ്ങനെ ഓരോന്ന് പറയില്ലേ, സത്യത്തിൽ എനിക്ക് എന്താ തോന്നുന്നു, എനിക്ക് നമ്മള് സാധാരണ അടുക്കളയിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇവനെന്തൊക്കെ പറയുകയാണെന്നുള്ള തോന്നലാണ് ഞാനിങ്ങനെ പറയുക ചിലരൊക്കെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ദൈവമേ ഇത് വീഡിയോ പിടിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഞാൻ പറഞ്ഞോ എന്നൊക്കെ ആലോചിച്ചിരിക്കും. കാരണം ഇവനിങ്ങനെ കുശലാക്കൊള്ളി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, വീഡിയോ പിടിക്കാനുള്ളത് ഞാനവിടെ മറക്കും. എനിക്ക് തോന്നുന്നു ഇവനോട് ഞാൻ മറുപടി പറയല്ലേ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കണോ. ചില സമയത്ത് എപ്പോഴുമല്ല, ചില സമയത്ത് ഇവനിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിത് ഈ കാര്യങ്ങൾ അടുക്കളയിലെ കറി ഇതൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നും അയ്യോ ഇവൻ വീഡിയോ പിടിക്കാന്നുള്ളത് ഞാൻ മൈൻഡിൽ നിന്ന് പോകും. അതാണ് ഇന്നലെ അവരോട് പറഞ്ഞത്. ഇവനോട് പറഞ്ഞു അതിപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ എന്തായാലും ഒരുപാട് വിഷമങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ ആ വിഷമങ്ങൾ ആ ഇരിക്കാത്ത ഒട്ടകം പോലെ എല്ലാ വിഷമങ്ങളും ഒരുമിച്ച് ഇരിക്കൂല്ല, ഒരുമിച്ച് പോവില്ല. അതേപോലെ തന്നെ ഒരുപാട് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ നൽകുന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവരിൽ നിന്നും ഒന്ന് അകന്ന് നിൽക്കുക. അകന്ന് നിൽക്കുക ഇവർ നമ്മുടെ ആരും അല്ല എന്നുള്ള തോന്നൽ മനസ്സിൽ വരുത്തി കഴിഞ്ഞാൽ പകുതി ദുഃഖത്തിലുള്ള സോൾവേഷൻ അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഒരു പ്രശ്നത്തിനും പരിഹാരം ഇല്ലാത്തതില്ല.
ജീവിക്കുക അല്ലേ? പരിഹാരം ഇല്ലാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. അപ്പോൾ പ്രശ്നങ്ങൾ വരും പോവും, പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ജീവിതയാത്ര. അതിൽ ഒരുപാട് അടുപ്പം, ഒരുപാട് മനസ്സിന് അടുത്ത ആൾക്കാർ അങ്ങനെ പ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ അല്പനേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളിൽ നിന്ന് അകത്തി വെച്ച് എൻ്റെ അല്ല എന്ന് ചിന്തിച്ച് ദൂരത്ത് നിന്ന് വീക്ഷിച്ച് എന്താണെന്ന് മറ്റുള്ളവർ വന്ന് പറയുമ്പോൾ തോന്നും ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിയിട്ട് നമുക്കത്ര മനോവിഷമാവില്ല. മനോവിഷമം കുറയ്ക്കാനും ആരോഗ്യം നന്നാക്കാനും നല്ല പ്രസന്നതയോടുകൂടി മുന്നോട്ട് പോകാനും ഇതുപോലെ അമ്പക്കുട്ടി ചിരിക്കും പോലെ ചിരിക്കാനും ഒക്കെ ആവണമെങ്കിൽ ഇത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. പ്രശ്നങ്ങൾ തരണം ചെയ്തേ പറ്റൂ. പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിന്തിക്കണം, പക്ഷേ എന്നും ആ ചിന്തയിൽ തന്നെ ജീവിക്കരുത് അല്ലേ? ഇന്ന് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും കൊത്രാക്കൊള്ളി പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്താ കൊസ്രാക്കൊള്ളിയാണോ കൊത്രാക്കൊള്ളിയാണോ? ആ, എന്ത് കൊള്ളിയാണെങ്കിലും. അപ്പൊ കണ്ടില്ലേ, ഇടിച്ചക്ക് ബീൻസും വഴുതനങ്ങ കൂടിയുള്ള കറി പരിപ്പ് ഇട്ടിട്ട് വറുത്തരച്ച സാമ്പാറൊന്നല്ല കേട്ടോ. വറുത്തരച്ച സാമ്പാറിനെക്കാളും ഈ കറി ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ മൊരിഞ്ഞ മത്തി, കുറച്ച് ഞാൻ വറുത്ത് വെച്ചിട്ട് കുറച്ചും കൂടി വറക്കണം. മൊരിഞ്ഞ ഈ ഇന്നിപ്പോ പച്ചക്കറി ആയത് കാരണം ഈ മത്തിയും കൂട്ടിയിട്ട് ഇവര് ചോറുണ്ടാവും. പിന്നെ അച്ചാറുണ്ടാവും, പപ്പടം ഉണ്ടാവും, എല്ലാം കൂട്ടി അവരെ വിളിക്കില്ലേ? കണ്ടോ, ഇതും കൂടെ ഉറപ്പിക്കാൻ ഞാൻ വേണം. നിങ്ങളുടെ ഒരു കാര്യം ചിന്തിച്ചോളൂ, ഞാനാണ് നിങ്ങളെ പറ്റി കൂടുതൽ ചിന്തിക്കണേ, ഈ അമ്മ അല്ല കേട്ടോ. അത് നിങ്ങൾ എന്നും ചിന്തിക്കണം. കംപ്ലൈൻറ്റ് എന്നെ പറ്റി എത്ര പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാവണം. ഞാനാണ് ഇതും കൂടി ഓർമ്മിപ്പിക്കുന്നത്. മീൻ വറുത്തത് നല്ല മൊരിഞ്ഞ് വറുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കടിച്ച് തിന്നാ വേറെ ഒന്നല്ല, കരിഞ്ഞ് വറുത്തിട്ടുണ്ട് മൊരിഞ്ഞിട്ട് കണ്ടോ. അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി കുറച്ചും കൂടി മീൻ വറുക്കാനുണ്ട്. അപ്പൊ നിങ്ങള് ഇടിച്ചക്ക കറി കൂട്ടി മീൻ വറുത്തതും പപ്പടം അച്ചാറ് 2-3 തരം അച്ചാറൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ നല്ല കട്ട തൈരുണ്ട്. ഇതൊക്കെ കൂട്ടി ചോറിടാൻ വരണോ? വന്നോളൂ കേട്ടോ.